ത്യാഗസ്മരണയിൽ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ ആഘോഷിച്ചു. ഗൾഫ് നാടുകളിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന നമസ്കാരങ്ങളിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും മഹത്വം വിളിച്ചോതിയാണ് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ വിവിധ രാജ്യങ്ങളിൽ നടന്ന ഈദ്ഗാഹുകളിലും പള്ളികളിൽ നടന്ന നമസ്കാരങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കാനെത്തിയത്. പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് എല്ലായിടത്തും ഒരുക്കിയിരുന്നത്. യുഎയിൽ, ദുബായിലും ഷാർജയിലുമായി 3 മലയാളത്തിൽ ഈദ്ഗാഹുകൾ നടന്നു. പരസ്പര സ്നേഹത്തിന്റെ സന്ദേശം മുറുകെ പിടിക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ചവരെയും പലസ്തീനിൽ യുദ്ധക്കെടുതി അനുഭവിക്കുന്നവരെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഹുസൈൻ സലഫി പറഞ്ഞു. കേരളം തരിച്ചു നിൽക്കുകയാണ്. പല വീടുകളിലും ഇന്ന് പെരുന്നാളില്ല. അതേപോലെ തന്നെ പെരുന്നാൾ ആഘോഷിക്കുന്ന വീടുകളുടെ തന്നെ അയൽപ്പക്കത്തുള്ള നമ്മുടെ അമുസ്ലിം സഹോദരങ്ങൾ, കുറേ ആളുകൾ അങ്ങനെ ജാതിയും അതൊന്നും വ്യത്യാസമല്ലാതെ ഒരുപാട് ആളുകൾ വെന്തുരുകി അവിടെ മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ആശ്വാസം നൽകട്ടെ. ആ കുടുംബങ്ങളുടെ കണ്ണീർ തോരാ കണ്ണീരുകളാണ്. അവർക്കൊക്കെ നഷ്ടപ്പെട്ടത് വലിയ വലിയ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾ ഇനിയും അവരുടെ സ്വപ്നങ്ങൾ അവരുടെ കുടുംബത്തിന് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ളൊരു മനക്കരുത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ഫലസ്തീനിലെ പീഡിതരായ നമ്മുടെ സഹോദരങ്ങൾ നേരത്തെ ഹുത്ബയിൽ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ അവരുണ്ടാകണം. വംശീയ ഉന്മൂലനത്തിന് വേണ്ടി അവിടെയുള്ള ധിക്കാരികളുടെ പടയോട്ടങ്ങൾ എല്ലാത്തിനും ഒരു ശാന്തി ഉണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു എല്ലാ അർത്ഥത്തിലും ലോകത്തെല്ലായിടങ്ങളിലും സമാധാനം പുലരുവാൻ അവൻ്റെ പ്രത്യേകമായ കരുണ കടാക്ഷം എല്ലാ അർത്ഥത്തിലും അവൻ നിലനിർത്തുമാറാകട്ടെ. ദുബായ് മതകാര്യ വകുപ്പിന്റെ സഹകരണത്തോടെ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററും അൽമനാർ ഇസ്ലാമിക് സെന്ററുമാണ് ദുബായിലെ ഈദ്ഗാഹുകൾ ഒരുക്കിയത്. അൽഖൂസ് അൽമനാർ ഇസ്ലാമിക് സെന്ററിൽ മൗലവി മൻസൂർ മദീനിയും ഖിസൈസ് ടാർഗറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ മൗലവി ഹുസൈൻ കക്കാടും ഈദ്ഗാഹിന് നേതൃത്വം നൽകി. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനടുത്തുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹിന് ഹുസൈൻ സലഫിയാണ് നേതൃത്വം നൽകിയത്. 100 കണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനകളിൽ പങ്കാളികളായത്. ഇവിടെ വരുന്ന ഈ ഈദ്ഗാഹിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പാറശാല മുതൽ ഇങ്ങ് കാസർഗോഡ് വരെയുള്ള ആൾക്കാർക്കും യാവരും ഒന്നിച്ച് അവരുടെ ബന്ധങ്ങൾ പുതുക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർഷങ്ങളായി കാണുന്ന ആൾക്കാർ ഒന്നിച്ച് കാണാനുമൊക്കെ വളർന്ന ഈ ഈദ്ഗാഹ് മലയാളത്തിൽ നമുക്ക് വളരെ ബഹുമാനപ്പെട്ട പണ്ഡിതൻ ഹുസൈൻ സലഫിയുടെ ഒരു ഉത്ബോധനമൊക്കെ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പുണർന്നുകൊണ്ട് ആ മനസ്സുകൾ തമ്മിലുള്ള ഐക്യം നമുക്കറിയാം. വളരെയധികം പല കോവിഡ് വന്നപ്പോഴും ഇപ്പോൾ ഫ്ലഡ് വന്നപ്പോഴും ഒക്കെ നമ്മൾ മലയാളികളായിരുന്നു ഏറ്റവും മുന്നിലുണ്ടായിരുന്നത്. ആ മലയാളികൾക്കുള്ള ആ കൂട്ടൊരുമ അതൊക്കെ ഉറപ്പിക്കാൻ ഇതുപോലെയുള്ള ഈദ്ഗാഹുകളൊക്കെ വളരെയേറെ ഉപകാരപ്രദമാണ്. അതേസമയം മാസപ്പിറവി കാണാത്തതിനാൽ ഒമാനിൽ നാളെയാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുക. ദുബായിൽ നിന്നും ശരചിറകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.